ആവശ്യമുള്ളവരാണ്. ആ ഫضലിനെ അതുപോലെ തന്നെ റബ്ബിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി ചോദിക്കണം. അതുകൊണ്ട് നമ്മുടെയും പ്രാർത്ഥനകളിൽ, നമ്മുടെയും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ, പ്രാർത്ഥനാ വേളകളിൽ ഈ പ്രാർത്ഥനയും മറക്കാതെ നമ്മൾ നിർവഹിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫضലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضലിൽ നിന്നും റഹ്മത്തിൽ നിന്നുമൊക്കെ ഉദാരമായി നൽകപ്പെടുന്നവരിൽ സാധുക്കളായി നമ്മയും അവൻ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിന്റെ പ്രഖ്യാപനവും അതിലടങ്ങിയിട്ടുണ്ട്. കാരണം ഹദീസിന്റെ ദുആയുടെ രണ്ടാമത്തെ ഭാഗം ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത എന്നാണ്. കാരണം അല്ലാഹുവേ, നീയല്ലാതെ ഫضലും റഹ്മത്തുമൊന്നും തരാൻ കഴിവുള്ള, അതിനുള്ള ഉടമസ്ഥരായ ആളുകളില്ല. നമ്മുടെ ഉറച്ച ആ തൗഹീദിന്റെ പ്രഖ്യാപനം അതിലുണ്ട്. അതുകൊണ്ട് ഈ ദുആയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തുമൊക്കെ ഏറെ ആവശ്യമുള്ളവരാണ്. ആ ഫضലിനെ അതുപോലെ തന്നെ റബ്ബിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി ചോദിക്കണം. അതുകൊണ്ട് നമ്മുടെയും പ്രാർത്ഥനകളിൽ, നമ്മുടെയും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ, പ്രാർത്ഥനാ വേളകളിൽ ഈ പ്രാർത്ഥനയും മറക്കാതെ നമ്മൾ നിർവഹിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫضലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضലിൽ നിന്നും റഹ്മത്തിൽ നിന്നുമൊക്കെ ഉദാരമായി നൽകപ്പെടുന്നവരിൽ സാധുക്കളായി നമ്മയും അവൻ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിന്റെ പ്രഖ്യാപനവും അതിലടങ്ങിയിട്ടുണ്ട്. കാരണം ഹദീസിന്റെ ദുആയുടെ രണ്ടാമത്തെ ഭാഗം ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത എന്നാണ്. കാരണം അല്ലാഹുവേ, നീയല്ലാതെ ഫضലും റഹ്മത്തുമൊന്നും തരാൻ കഴിവുള്ള, അതിനുള്ള ഉടമസ്ഥരായ ആളുകളില്ല. നമ്മുടെ ഉറച്ച ആ തൗഹീദിന്റെ പ്രഖ്യാപനം അതിലുണ്ട്. അതുകൊണ്ട് ഈ ദുആയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും